everybody, welcome back to my YouTube channel. So, ഇന്നത്തെ വീഡിയോ it's a very special one. As I promised in my last video, വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. Plus maybe റിവ്യൂ, നോട്ട് എക്സാക്ട്ലി റിവ്യൂ, എൻ്റെ ഒരു അഭിപ്രായം. സോ ആക്ച്വലി ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഐ വാസ് ലൈക്ക് എണീറ്റപ്പോൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിവിൻ പോളിയുടെ പടം ഉണ്ടെങ്കിൽ അത് റിലീസായ ഉടനെ ഞാൻ പോയി ഓക്കെ റിവ്യൂസ് എന്തൊക്കെയാണ്, യുനോ വാട്ട് ആർ പീപ്പിൾ സെയിങ് എന്ന് അറിയാനൊരു താല്പര്യം, ബിക്കോസ് നമുക്കിഷ്ടമുള്ള ആളാണല്ലോ, അപ്പം അറിയാൻ വേണ്ടി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ റിവ്യൂസ് ഒന്നും കാണുന്നില്ല, ക്ലീനായിട്ട് ഒരു ക്ലീൻ മൈൻഡായിട്ട് ഞാൻ പോവാം എന്ന് വിചാരിച്ചു. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന സാധനം എന്നോട് പറഞ്ഞു, അത് നിൻ്റെ ഒപ്പീനിയൻ മാറ്റുമോ സിനിമേനെ കുറിച്ച്, നീ കണ്ടിട്ട് നിൻ്റെ ഒപ്പീനിയൻ അല്ലേ, അപ്പോൾ കണ്ടു നോക്ക്. ഞാൻ ആ പുഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുന്ന പോലെ ഇരുന്ന് ഒരു 5-6 റിവ്യൂ വളയതരുത് കണ്ടു. ആൻഡ് റിവ്യൂസ് കണ്ടിട്ട് ഐ എം സോ ഹാപ്പി. പക്ഷേ ആ സിനിമ കാണണം, അത് അറിയാൻ വേണ്ടി, എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്കറിയാൻ വേണ്ടി. സോ ഐ ഡോണ്ട് നോ, എൻ്റെ മൈൻഡിൽ അതായത് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവരുത് എന്നാണ്. ദാറ്റ്സ് ഹൗ ഐ യൂഷ്വലി ഗോ ഫോർ മൂവീസ്, ആരുടെ മൂവി ആണെങ്കിലും. പക്ഷേ ഈ സിനിമയ്ക്ക് ഉണ്ട് ഒരു മിനിമം ഗ്യാരൻറ്റി, ഓൾസോ ബിക്കോസ് ഓഫ് ദ ഡയറക്ടർ. അത്രയും വലിയൊരു കാസ്റ്റ് ചുമ്മാ എടുത്തു വെക്കില്ലല്ലോ അങ്ങനെ ഒരു പടം. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. മമ്മി, അമ്മ എന്തെങ്കിലും പറ, എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? എന്താണ് തോന്നുന്നതെന്നോ? വർഷങ്ങൾക്ക് ശേഷം I think it will be a good one. നമുക്കൊരു ഫുൾ ആ ഒരു ടീമിൻ്റെ അടുത്തു നിന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ഹൃദയം ഇഷ്ടപ്പെട്ടിരുന്നോ? എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ക്രിഞ്ച് അമ്മയ്ക്ക്, അതായത് സേ ഇറ്റ്സ് ഫൈൻ, അമ്മയ്ക്ക് ക്രിഞ്ച് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് ക്രിഞ്ച് ആയിരിക്കില്ല, നിങ്ങൾക്ക് ക്രിഞ്ച് ആയിരിക്കില്ല, നിങ്ങൾക്ക് ക്രിഞ്ച് തോന്നുന്നത് എനിക്ക് ചിലപ്പോൾ ക്രിഞ്ച് ആയിരിക്കില്ല. എനിക്ക് ക്രിഞ്ച് വാസ് പ്രോബ്ലി a little too mean. Yes, you are mean. എനിക്ക് പടം അത്ര ലൈക്ക്, നീ 2 തവണ എന്തോ പോയി കണ്ടില്ലേ തിയേറ്ററിൽ അല്ലേ? അതെനിക്ക് മനസ്സിലായതേ ഇല്ല. ചിലപ്പോൾ ഇത് ഞാൻ പോയി കാണും 2 തവണ. അല്ല, ഞാനും പലതവണ കണ്ടിട്ടുള്ള മൂവീസ് ഉണ്ട്. റിപ്പീറ്റഡ്ലി പ്രേമം നമ്മൾ തിയേറ്ററിൽ 2 പ്രാവശ്യം പോയി കണ്ടിരുന്നു. അപ്പൊ അങ്ങനത്തെ പടങ്ങളുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഹൃദയം അമ്മയ്ക്ക് അത്രയ്ക്കും വർക്കായില്ല, റിപ്പീറ്റ് വാല്യൂ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ there are elements that I liked. Elements എന്നല്ല, there are scenes that I liked in the movie. പക്ഷെ എനിക്ക് ഹോൾ മൂവി എനിക്ക് വർക്കായില്ല. എനിക്ക് I felt it was too hyped. The songs were too hyped. മതി. നിവിൻ പോളിനെ കുറിച്ച് എന്താണ്? ഹൃദയത്തിലില്ലായിരുന്നു. അല്ല ഈ പടം കട്ട് പറയണായിരിക്കും. ഈ പടത്തില് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഐ മീൻ we all like Nivin Pauly, അല്ലേ? You like him a little too much. I like him. I think he is one of the most underrated actor. ഇന്നിപ്പം റിവ്യൂസ് ഒക്കെ ആൾക്കാരിങ്ങനെ ഭയങ്കര നിവിൻ ഇസ് ബാക്ക്, നിവിൻ തൂക്കി കൊണ്ടുപോയി അടിച്ചു എന്നൊക്കെ പറയുമ്പം കുത്തി ഇവള് സഡൻലി പൊക്കി വെക്കും. അത് നമ്മളുടെ വെരി നാച്ചുറൽ. എടുത്ത് വെക്കും, അവിടുന്ന് താഴെയിടും, പിന്നെ പൊക്കി വെക്കും. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് അഗൈൻ ഇറ്റ്സ് ജസ്റ്റ് ഫസ്റ്റ് ഡേ റിവ്യൂസ്. മിക്കവരും ഫാൻസ് ഒക്കെ ആയിരിക്കും പോയി കാണുന്നതും. സോ ഐ മീൻ ലെറ്റ്സ് സീ. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. സമയമൊന്നും പോകുന്നുമില്ല, പണ്ടാരം പതുക്കെ സ്ലോ മോഷനിലാണ് ഇന്ന് പോകുന്നത് സമയം. നമ്മൾ യൂഷ്വൽ ഈവനിങ് ടൈമിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഷോ ഒന്നും അല്ല നമ്മൾ കാണാറ്, നമ്മൾ ഈവനിങ് ഒക്കെ. ഇപ്പം ഇങ്ങനെ നിനക്ക് നേരത്തെ പോയി കണ്ടാൽ കൊള്ളാം. ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്കും എല്ലാം, രാവിലെ വേണ്ട ഉച്ചയ്ക്കും എല്ലാം ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. ബിക്കോസ് റിവ്യൂസ് കേട്ട് അവസാനം അത് നിർത്താനും പറ്റുന്നില്ല കേൾക്കുന്നത്. ബിക്കോസ് വെൻ ഇറ്റ്സ് ഗുഡ് തിങ്സ് യു വോണ്ട് ടു ഹിയർ മോർ, എസ്പെഷ്യലി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ യു വോണ്ട് ടു ഹിയർ മോർ, റൈറ്റ്? സോ എന്തായാലും ഇനി ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ എടുക്കാം. ഓക്കെ, ബൈ.
ഓക്കെ സോ റെഡിയായി ആൻഡ് ഇനി പോകണം. 7:45 ഷോ ആൻഡ് ദിസ് വാസ് ദ സ്ലോവസ്റ്റ് ദ ടൈം കുഡ് ഗോ. ഇതുവരെ ഇത്രയും സ്ലോ ആയിട്ട് ടൈം പോയിട്ടില്ല. ഇന്നലെയൊക്കെ മറ്റേ ഓടുമായിരുന്നു സമയം, ഇന്ന് സ്ലോ മോഷൻ. ഇറ്റ്സ് ഓക്കെ. സോ യാ, ഇനി കണ്ടിട്ട് ബാക്കി പറയാം. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ. സോ സിനിമ കണ്ട് തിരിച്ചു വന്നു. റിവ്യൂ അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഓക്കെ. സെക്കൻഡ് ഹാഫ് എൻ്റർടൈൻമെൻറ്റ് കോഷൻ ഡെഫിനറ്റ്ലി മോർ ഉണ്ട്. ആൻഡ് ആസ് എ ഫാൻ ആൻഡ് അതർവൈസ് നിവിൻ പോളി വന്നപ്പോൾ റിച്ചങ്ങോട്ട് നിന്നു. അതായത് ലിറ്ററലി അതുവരെ ഇങ്ങനെ പോയതൊന്നും എലവേറ്റായി ആ രീതിയിൽ, വിച്ച് വാസ് അമേസിങ്. പിന്നെ ഐ ഡോണ്ട് നോ, എനിക്ക് ഇങ്ങനത്തെ ഇമോഷണൽ ഡ്രാമാസ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ മൂവീസ്, ലൈക്ക് എ മൂവി ബേസ്ഡ് ഓൺ മൂവീസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. പക്ഷേ ഇതിൽ ഐ ജസ്റ്റ് ഫെൽറ്റ് ദർ വാസ് എ ലോട്ട് മോർ മെലോ ഡ്രാമ. അതായത് ഇപ്പോൾ ധ്യാനും പ്രണവും വരുന്ന സീൻസിൽ ഐ ഫെൽറ്റ് ഇച്ചിരി മെലോ ഡ്രാമ കൂടുതലാണെന്ന്. പ്രണവിൻ്റെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നല്ല, പക്ഷെ ഐ ഫെൽറ്റ് ഹൃദയത്തിലെക്കാട്ടിലും ഇച്ചിരി ബെറ്റർ ആയതുപോലെ ഇൻ ദാറ്റ് വേ. ധ്യാൻ വാസ് നൈസ്, ബട്ട് അഗൈൻ എനിക്ക് തോന്നി ഇവർ രണ്ടുപേരും, അതായത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഓക്കെ പീപ്പിൾ ഐ റിയലി ലവ്ഡ്, നിവിൻ പോളി, അജു വർഗീസ് ആൻഡ് ബേസിൽ. ഇവർ മൂന്നുപേരുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഓൺ സ്ക്രീൻ. ആൻഡ് ഇവർ മൂന്നുപേരും വന്നൊരു ഓളമായി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പ്രണവും ധ്യാനിൻ്റെ സീൻസിലോട്ട് പോകുമ്പോൾ, കോമ്പിനേഷനിലോട്ട് പോകുമ്പോൾ ഇച്ചിരി അങ്ങ് മെലോ ഡ്രാമ ഒന്ന് താന്നു പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അത് മാത്രമായിരുന്നു എനിക്കൊരു പ്രശ്നം. ആൻഡ് ഇമോഷണൽ സീൻസ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഹിറ്റായില്ല. ഐ മീൻ അത് എനിക്കാണ്, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് എവ്രി വൺ എൽസ് ഫീൽസ് ദാറ്റ് വേ. അജു വർഗീസ് ആസ് ഐ സെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ഈസി ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്തു പോയി. ആൻഡ് ബേസിൽ വാസ് അതായത് അഗൈൻ ഇവരൊക്കെ കുറവാണ്, പക്ഷേ ബേസിലിനുള്ള ഇത് ഐ ഫെൽറ്റ് ലൈക്ക് ഹി യൂസ്ഡ് ഇറ്റ് ടു ഇറ്റ്സ് ബെസ്റ്റ്. ഇൻ ദാറ്റ് വേ വളരെ നാച്ചുറൽ ആയിരുന്നു. ആ ക്യാരക്ടറിന് എന്ത് വേണോ അത് കറക്റ്റായിട്ട് കൊടുത്ത് ഇറ്റ് വാസ് വെരി നൈസ്. നമുക്ക് ആ ക്യാരക്ടറിനോട് ഈവൻ ക്യാരക്ടറൈസേഷനായിട്ട് ലൈക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പം he played that very well also. നിവിൻ പോളി കുറേ പേര് പറയുന്ന ഒരു ഇതാണ് നിവിൻ്റെ അഴിഞ്ഞാട്ടം, അത് ഉണ്ട്. എനിക്ക് ഇറ്റ് ഈസ് എ ഓവർ ദ ടോപ്പ് ക്യാരക്ടർ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അറ്റ് ടൈംസ് യു സി ഇച്ചിരി ഒരു മെലോ ഡൗൺ സൈഡ് ഓൾസോ, ബട്ട് ഹ്യൂമർ ഉണ്ടല്ലോ. ആൻഡ് ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ അതുവരെ ഐ വാസ് ലൈക്ക് കള ഞാൻ അമ്മേനെയൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ഒരു ഡയലോഗ് വന്നപ്പോഴത്തേക്കും ദ ഹോൾ തിയേറ്റർ വി വർ ക്ലാപ്പിംഗ് ആൻഡ് ഹൂട്ടിങ്. അതൊരു മോണലോഗാണ്, ഒരു അത്യാവശ്യം ഒരു 1 minute ലോങ് സീനാണ്. അതായത് ടീസറിലുണ്ട് മറ്റേ പെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം, ആ സംഭവം അത് കുറേ ഉണ്ട്. ആ സീൻ ഒരു സാധനം അവിടെ കൈയടിച്ചു പോയി ഒരു രക്ഷയില്ല. ഐ മീൻ ഇൻ എ വേ ഒരു സെൽഫ് ട്രോളാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കൊന്നു വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷേ ഐ എം എ ഫാൻ റൈറ്റ്.
സോ ഐ ഫെൽറ്റ് ലൈക്ക് വിനീത് ശ്രീനിവാസൻ ഇതൊരു ഇച്ചിരി ഒരു ഫാനായിട്ടാണ് എഴുതിയത് എന്ന് എനിക്ക് തോന്നി. ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ടോക്ട് അബൌട്ട് ഫിലിംസ് ബീങ് ഫ്ലോപ്പ്, ആൾക്കാരുടെ ഒരു നെഗറ്റീവ് കമൻസ് ആൻഡ് ബോഡി ഷേമിങ്, ഇത് എല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ. സോ ഇറ്റ് വാസ് വെരി നൈസ്. നിവിൻ പോളിനെ ആ ഒരു ഷെയ്ഡിൽ കാണാൻ എനിക്ക് ജസ്റ്റ് ഒബ്വിയസ്ലി ക്യാമിയോ ആണല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതൽ സ്ക്രീൻ ടൈം, പക്ഷെ എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. പെറ്റീഷൻ ടു വിനീത് ശ്രീനിവാസൻ ടു മേക്ക് ഒരു ഫുൾ ഫീച്ചർ ഫിലിം ഓൺ നിതിൻ മോളി, പ്ലീസ്. ഓവറോൾ പടം കണ്ടിരിക്കാം, പക്ഷെ എനിക്ക് ഒരു വൺ ടൈം വാച്ചായിട്ടാണ് തോന്നിയത്. പക്ഷെ നിവിൻ പോളിയുടെ സീൻസ് ഞാൻ ഇനി OTT വരുമ്പോൾ ഒന്ന് പിടിയിട്ട് കാണും ഫോർ ഷുവർ. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ഓക്കെ, ബൈ.